രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം. ശലോമോനെ അവന്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവന്റെ അടുക്കൽ അയച്ച്, ഹീരാം എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. ശലോമോൻ ഹീരാമിന്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരു ആലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ ഇതാ, ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയുമെന്ന് യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലെബനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ വേലക്കാർക്കും നീ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം. സീദോന്യരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ. ഹീരാം ശലോമോന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത് യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചതെന്തെന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു. ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെയും ഞാൻ ചെയ്യാം. എന്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചെങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എന്റെ ഗ്രഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എന്റെ ഇഷ്ടവും നിവർത്തിക്കണം. അങ്ങനെ ഹീരാം ശലോമോന് ദേവദാരുവും സരളമരവും അതിന്റെ ഇഷ്ടം പോലെ ഒക്കെയും കൊടുത്തു വന്നു. ശലോമോൻ ഹീരാമിന്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് 20,000 പറ ഗോതമ്പും 20 പറ ഇടിച്ചെടുത്ത് എണ്ണയും കൊടുത്തു. ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും. യഹോവ ശലോമോനോട് അരുളി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി. ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടിയും ചെയ്തു. ശലോമോൻ രാജാവ് ഇസ്രയേലിൽ നിന്നൊക്കെയും ഊഴിയ വേലക്കാരെ വരിയിട്ടെടുത്തു. ഊഴിയ വേലക്കാർ 30,000 പേരായിരുന്നു. അവൻ അവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബാനോനിലേക്ക് അയച്ചു. അവർ 1 മാസം ലെബാനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. അദോനിയാം ഊഴിയ വേലക്കാർക്ക് മേധാവിയായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന 3,300 പ്രധാന കാര്യക്കാരന്മാരെ ഒഴികെ ശലോമോന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ലുവെട്ടി. ശലോമോൻ ശില്പികളും ഹീരാമിന്റെ ശില്പികളും ഗബാലിരും ആലയ പണിക്കായി മരവും കല്ലും ചെത്തിയൊരുക്കി. യിരെമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം. യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദയുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറക. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായും നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്കും വസിക്കുമാറാക്കും. നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ആദിയിൽ എന്റെ നാമം വിളിച്ചിരുന്ന ശീലോവിൽ ഉള്ള എന്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളെ ഒക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്ത് ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും
ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുകൊണ്ട് എൻ്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോട് നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോട് ശീലോവോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യും. നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എഫ്രയീം സന്തതിയൊക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളെയും എൻ്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്, എന്നോട് പക്ഷപാതം ചെയ്യുകയും അരുത്. ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ വീഥികളിലും അവർ ചെയ്യുന്നത് നീ കാണുന്നില്ലയോ? എനിക്ക് കോപം വരത്തക്കവണ്ണം അവർ ആകാശരാജ്ഞിക്ക് അപ്പം ചൂടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയ ബലി പകരേണ്ടതിനും മക്കൾ വിറകു പെറുക്കുകയും അപ്പന്മാർ തീ കത്തിക്കുകയും സ്ത്രീകൾ മാവ് കുഴയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ എന്നെയും മുഷിപ്പിക്കുന്നത് സ്വന്തം ലജ്ജയ്ക്കായിട്ട് തങ്ങളെ തന്നെയല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, എൻ്റെ കോപവും എൻ്റെ ക്രോധവും ഈ സ്ഥലത്ത് മനുഷ്യൻ്റെ മേലും മൃഗത്തിന്മേലും പറമ്പിലെ വൃക്ഷങ്ങളിന്മേലും നിലത്തിലെ വിളവിന്മേലും ചൊരിയും. അത് കെട്ടുപോകാതെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ഹനനയാഗങ്ങളോടും ഹോമയാഗങ്ങളോടും കൂട്ടി മാംസം തിന്നുവിൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെക്കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പൊയ്ക്കളഞ്ഞു. നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ അധികാലത്ത് ഇടവിടാതെയും പ്രവാചകന്മാരായ എൻ്റെ സകല ദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു. എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു. ഈ വചനങ്ങളെയൊക്കെയും നീ അവരോട് പറയുമ്പോൾ അവർ നിനക്ക് ചെവി തരുകയില്ല. നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം പറയുകയില്ല. എന്നാൽ നീ അവരോട് പറയേണ്ടത്: തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കു കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു ഇത്. വിശ്വസ്തത നശിച്ച് അവരുടെ വായിൽ നിന്ന് നിർമൂലമായിരിക്കുന്നു. നിന്റെ തലമുടി കത്തിരിച്ച് എറിഞ്ഞുകളക, മൊട്ടക്കുന്നിന്മേൽ കയറി വിലാപം കഴിക്കാം. യഹോവ തന്റെ ക്രോധത്തിന്റെ സന്തതിയെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. യഹൂദാപുത്രിമാർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ മലിനമാക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയതുമല്ല. അതുകൊണ്ട് ഇനി അതിന് തോഫെത്ത് എന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേരു പറയാതെ കൊലത്താഴ്വര എന്നു പേർ വിളിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. വേറെ സ്ഥലമില്ലായക കൊണ്ട് അവർ തോഫെത്തിൽ ശവം അടക്കും. എന്നാൽ ഈ ജനത്തിൻ്റെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായിത്തീരും. ആരും അവയെ ആട്ടിക്കളയുകയുമില്ല. അന്ന് ഞാൻ യഹൂദ പട്ടണങ്ങളിൽ നിന്നും യെരൂശലേം വീഥികളിൽ നിന്നും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും നീക്കിക്കളയും. ദേശമോ ശൂന്യമായി കിടക്കും. യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം. ആ കാലത്ത് അവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും യെരൂശലേം നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴികളിൽ നിന്നെടുത്ത് തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും മുമ്പാകെ അവയെ നിരത്തി വയ്ക്കും. ആരും അവയെ പെറുക്കിക്കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യുകയില്ല. അവ നിലത്തിന് വളമായി തീരും എന്ന യഹോവയുടെ അരുളപ്പാട്. ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷി പുകയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിക്കുന്നവർ തന്നെ ജീവനെയല്ല മരണത്തെ തിരഞ്ഞെടുക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? യെരൂശലേമിലെ ഈ ജനമോ ഇടവിടാതെ പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? ഞാൻ ശ്രദ്ധ വെച്ചു കേട്ടു, അവർ നേരിൽ സംസാരിച്ചില്ല.
അയ്യോ ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ചില്ല. കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താന്താൻ്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു. കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിച്ചു ഭ്രമിച്ചു പിടിപ്പെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ. അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും അവരുടെ നിലങ്ങളെ അവയെ കൈവശമാക്കുന്നവർക്കും കൊടുക്കും. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ലാത്ത നാണം അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. അവരുടെ ദർശനകാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ സംഹരിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴമുണ്ടാകിയില്ല, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴമുണ്ടാകിയില്ല. ഇലയും വാടിപ്പോകും. അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നാം അനങ്ങാതിരിക്കുന്നതെന്ത്? കൂടി വരുവിൻ, നാം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്ന് അവിടെ നശിച്ചു പോക. നാം യഹോവയോട് പാപം ചെയ്യുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ നഞ്ചുവെള്ളം കുടിപ്പിച്ചു നശിപ്പിച്ചിരിക്കുന്നു. നാം സമാധാനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഒരു ഗുണവും വന്നില്ല. രോഗശമനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഭീതി. അവൻ്റെ കുതിരകളുടെ ചിറാലിപ്പ് ദാനിൽ നിന്ന് കേൾക്കുന്നു. അവൻ്റെ ആൺകുതിരകളുടെ മതഗർജനം കൊണ്ട് ദേശമൊക്കെയും വിറയ്ക്കുന്നു. അവ വന്ന് ദേശത്തെയും അതിലുള്ള സകലത്തെയും നഗരത്തെയും അതിൽ വസിക്കുന്നവരെയും വിഴുങ്ങിക്കളയും. ഞാൻ സർപ്പങ്ങളെയും മന്ത്രം ഫലിക്കാത്ത അണലികളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. അവ നിങ്ങളെ കടിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അയ്യോ, എൻ്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ മനസ്സ് വല്ലാതെയിരിക്കുന്നു. കേട്ടോ, ദൂരദേശത്തു നിന്ന് എൻ്റെ ജനത്തിൻ്റെ പുത്രി, സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു. അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചതെന്തിന്? കൊയ്ത്തു കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ടു ദുഃഖിച്ചു നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമായിരിപ്പിൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുമുള്ളവനല്ലോ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റോ യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. നിങ്ങളുടെ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ
പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ടു തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ.